സോ വന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡുകൾ അക്ബർ ഖാനും അതുപോലെ തന്നെ ആര്യനെയും വെള്ള പൂശാനും അല്ലെങ്കിൽ പൊക്കിക്കൊണ്ട് വരാനുമുള്ള ശ്രമങ്ങളാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും കണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകർക്ക് വീക്കെൻഡ് എപ്പിസോഡുകൾ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്നുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇത് സീസൺ തുടങ്ങിയപ്പോൾ മുതൽ അക്ബറിന് വേണ്ടി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫേവറിസം നമ്മളൊക്കെ കണ്ടതാണ്. അക്ബറിനെ എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫേവറിസം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു, അക്ബറിന് നെഗറ്റീവായി പോയതുകൊണ്ട് തന്നെ. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് അക്ബറിനെയും ആര്യനെയും നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കയറ്റിക്കൊണ്ട് വരാനാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ശ്രമിക്കുന്നത്. അത് ടാസ്കുകളിൽ അവർക്ക് കൊടുക്കുന്ന ഫേവറിസവും അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകളും എസ്പെഷ്യലി ഇപ്പോൾ അക്ബറിന് വേണ്ടി നല്ല രീതിയിലുള്ള ശ്രമങ്ങളാണ് ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ടീമിന്റെ സൈഡിൽ നിന്നും കണ്ടുവരുന്നത്. വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇവരെ അങ്ങോട്ട് വെള്ള പൂശി മാലാഖമാരാക്കുന്ന രീതിയിലാണ് ഓരോ പ്രകടനങ്ങൾ കണ്ടുവരുന്നത്. ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഇവരുൾപ്പെടുന്ന ടോപ്പിക്കുകൾ മാത്രമേ വീക്കെൻഡ് എപ്പിസോഡുകളിൽ സംസാരിക്കുന്നുള്ളൂ. 2 ആഴ്ച മുന്നേ നമ്മുടെ ഷാനവാസിനൊക്കെ റോസ്റ്റ് ചെയ്ത് ഫയർ ചെയ്ത് നിൽക്കുന്ന ലാലേട്ടനെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഒരു ഇന്നലത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായ ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അനുമോൾ അക്ബർ വിഷയങ്ങൾ, അതുപോലെ മറ്റു പലരുമായിട്ടുള്ള വിഷയങ്ങൾ, എഡി ബോഡി എന്നൊക്കെ വിളിച്ചതിന് ഷാനവാസിന് കിട്ടിയ റോസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന പല വഴക്കുകളും മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും വ്യക്തിഹത്യകളും ഒന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. അപ്പൊ അതിനൊന്നും ഏഷ്യാനെറ്റിനോ ബിഗ് ബോസിനോ ഒന്നും കുഴപ്പമില്ല. അവർക്ക് ഇന്നലത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മുൻ ആഴ്ചകളിൽ എന്താണോ, ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പലരെയും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിന്റെ ടീം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ ഒരു അവസാന ആഴ്ചകളിലേക്ക് എത്തുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന പലരുടെയും വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് അടിച്ചമർത്തി ഇതുപോലെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന പലരെയും കയറ്റിക്കൊണ്ട് വരാനുള്ള ബിഗ് ബോസിന്റെ ശ്രമങ്ങൾ കണ്ടുവരുന്നുണ്ട്. സോ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് അക്ബർ ഖാനെ നല്ല രീതിയിൽ ഇവര് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇവരുടെ ടോപ്പിക്കുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഇവർക്ക് ഫേവർ ആയിട്ട് കിട്ടുന്ന ടോപ്പിക്കുകളെ ഇവര് കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇന്നലത്തെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അനുമോളും അക്ബർ ഖാനും തമ്മിൽ നടന്ന ഇഷ്യൂവും കാര്യങ്ങളും കൂടുതലായിട്ട് എടുത്ത് സംസാരിക്കുന്നു. അതുപോലെ നമ്മുടെ അക്ബർ ഖാന്റെ ആ പാവ മോഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നു. അത് ഓൾറെഡി അതിൽ അക്ബർ ഖാനുമായിട്ട് സംസാരിച്ച് ആരാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. ഇൻ കേസ് അത് കണ്ടില്ല, ആ ഒരു സംഭവം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് സംസാരിച്ച് അതൊരു എന്താ പറയുന്ന ഇഷ്യൂ ആക്കി മാറ്റി അതിനൊരു തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിൽ അർത്ഥമുണ്ട്. എന്നാൽ ആ ഒരു ടാസ്കിനുള്ളിൽ പോലും പാവയെ അടിച്ചു മാറ്റുന്നതിൽ പ്രശ്നമില്ല, അതിൽ അങ്ങനെ ഒരു ലുപ്പോൾ ഉണ്ട് എന്ന് ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഇനി കൂടുതൽ എൻക്വയറി നടത്തേണ്ടതോ അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതും പോരാത്തതിന് അതിലെയാണ് എടുത്തതെന്നുള്ള കാര്യം അക്ബർ ഖാന്റെ അടുത്ത് പോയി കൺഫേസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് എന്തിനാണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ വന്ന് അത്രയും സമയം അതിനു വേണ്ടി കളയുന്നത്? അതിന് ലക്ഷ്മിനെ അവിടെ ഒരു അഡ്വക്കേറ്റ് ആക്കി നിർത്തുന്നു, അക്ബർ ഖാൻ ആരാണ് എടുത്തതെന്ന് അറിയാൻ വേണ്ടി നെവിനെയും അതുപോലെ തന്നെ ആദിലെയും വിചാരണ ചെയ്യുന്നു, മറ്റു പലരുടെയും വിചാരണ ചെയ്യുന്നു. എന്നിട്ട് അവസാനം ഇന്നതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് പറയുന്നു. എന്നിട്ട് പോലും ആ ഒരു സംഭവത്തിൽ പോലും ആരാണ് പ്രോപ്പറായിട്ട് മൊത്തം എടുത്തതെന്ന് ആരും തന്നെ പറയുന്നില്ല, ആരും അതിനൊരു ഫൈനൽ റിസൾട്ട് കൊണ്ടുവരുന്നുമില്ല. ബട്ട് നമ്മൾ ഇതെല്ലാം കണ്ടതാണ്, ആരാണ് എടുത്തതെന്നും ആര് എങ്ങനെ എടുത്തു എന്നും അതുപോലെ തന്നെ എടുത്ത കാര്യം അക്ബർ ഖാനോട് തുറന്നു പറഞ്ഞതും എല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തിനാണ് അവിടെ അക്ബർ ഖാന്റെ ആ ഒരു ടോപ്പിക്ക് വീണ്ടും കൊണ്ടുവരുന്നത്? അതുപോലെ അനുമോളും അക്ബർ ഖാനും ആ ഒരു ടാസ്കിനിടയിൽ നടന്ന കശപിശയും അവർ തമ്മിൽ നടന്ന സംസാരവും അതും അക്ബർ ഖാന് ഫേവറായിട്ട് സംസാരിക്കുകയും അതും ചിരിച്ചു കളിച്ച് അതും നല്ല രീതിയിൽ അക്ബർ ഖാന്റെ സൈഡ് പിടിച്ച് ബിഗ് ബോസ് പോകുന്നു. പിന്നീട് അക്ബർ ഖാനും അനീഷും തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അനീഷ് അക്ബറിന്റെ കൈ കടിച്ചു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അക്ബർ ഖാന്റെ സൈഡിൽ എല്ലാം തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അക്ബർ ഖാന്റെ സൈഡിലും ശരികളുണ്ട്, നല്ലൊരു ഗെയിമറാണ്. ബട്ട് സ്റ്റിൽ പുള്ളിക്കുണ്ടാകുന്ന നെഗറ്റീവുകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിയാണ് ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് ബിഗ് ബോസ് തന്നെ എല്ലാ ആഴ്ചയും വന്നിട്ട് പുള്ളിക്ക് വെള്ളപൂശി കൊടുത്തിട്ട് വല്ല കാര്യവുമുണ്ടോ? എനിക്കത് പേഴ്സണലി തോന്നി, എനിക്ക് ഒരിക്കലും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് മുന്നോട്ട് കയറിക്കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. കാരണം സ്വന്തം കഴിവുകൾ കൊണ്ട്, അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അവർ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി സ്വന്തമായിട്ട് കയറി വരട്ടെ. അതല്ലാതെ ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിച്ച് അവരെ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഒരിക്കലും ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കത്തില്ല. അങ്ങനെ ആരും കയറി വരാൻ എനിക്ക് താല്പര്യവുമില്ല, ബിഗ് ബോസിന്റെ വിന്നറായിട്ട് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ വീക്കെൻഡ് എപ്പിസോഡുകൾ വരുമ്പോൾ അങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസിന്റെ ടോപ്പിക്കുകൾ മാത്രം എടുത്ത് സംസാരിക്കുകയും നേരത്തെയൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് ആരെയാണോ നെഗറ്റീവ് ആക്കി കാണിക്കേണ്ടത്, ഷാനവാസ്, അനീഷ്, അതുപോലെ തന്നെ അനുമോള്, ഇവർക്കാണ് പൊതുവെ ഇപ്പോൾ പ്രേക്ഷക സപ്പോർട്ട് നല്ല രീതിയിൽ നിൽക്കുന്നത്. ഈ ഒരു സീസണിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും, കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ഇല്ലെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവന്ന പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ പോലും മികച്ച രീതിയിൽ പ്രേക്ഷക സപ്പോർട്ടോടുകൂടി മുൻപന്തിയിൽ നിൽക്കുന്ന 3 കണ്ടസ്റ്റൻസ് ഇവരാണ്. സോ ഇവരുടെ ഒരു പ്രേക്ഷക സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി ഇവർക്ക് മാക്സിമം നെഗറ്റീവ് അടിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അക്ബർ, ആര്യൻ എന്നിവരെയൊക്കെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കയറ്റിക്കൊണ്ട് വരുന്നതും ബിഗ് ബോസിന്റെ ഒരു നീതിയില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ടാസ്ക് കളിച്ച് മുൻപോട്ട് കയറി വരട്ടെ, അതല്ലാണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ മറ്റുള്ളവരെ ലാലേട്ടനെ വെച്ച് നെഗറ്റീവ് അടിപ്പിക്കുകയും ഇവർക്ക് പോസിറ്റീവായിട്ട് സംസാരിച്ച് ഇവർക്ക് പോസിറ്റീവ് സൈഡ് ഉണ്ടാക്കി കൊടുത്ത് ഇവരെ കയറ്റിക്കൊണ്ട് വന്നിട്ട് എന്താണ് കാര്യം? ഇത്രയും സീസൺസ് കഴിഞ്ഞു ഇപ്പോഴും അവർ പഠിച്ചിട്ടില്ല. 7ാമത്തെ സീസണാണ് മലയാളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ നല്ലൊരു ബിഗ് ബോസിന്റെ പ്രേക്ഷകരും പല ലാംഗ്വേജുകളിലുള്ള ബിഗ് ബോസുകൾ കാണുന്നുണ്ട്. സോ അവരൊക്കെ ഇതിൽ പ്രോപ്പറായിട്ട് വിലയിരുത്താൻ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ബിഗ് ബോസിന്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എന്ന് പ്രേക്ഷകർക്കറിയാം. സോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് പോസിറ്റീവ് ആകുന്നതിന് പകരം ബിഗ് ബോസ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ അവർക്കെതിരെ നിൽക്കുമെന്നുള്ള കാര്യം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പൊട്ടന്മാര് തന്നെയാണ് ഇതിന്റെ അണിയറയിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാ സീസണിലും കാണിച്ചു വരുന്ന ഇതുപോലെയുള്ള വൃത്തികെട്ട പരിപാടികൾ വീണ്ടും വീണ്ടും കാണിക്കാൻ മാത്രം ഇവർക്ക് ഒരു ബോധവും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാം, നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയുക. എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അവിടെ അക്ബറിന്റെ ടോപ്പിക്കുകൾ മാത്രമേ സംസാരിച്ചുള്ളൂ. മാക്സിമം അക്ബറിന്റെ ടോപ്പിക്കുകളായിരുന്നു. അക്ബറിന് ഫേവറായിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകൾ സംസാരിച്ചു. മറ്റുള്ളവരുടെ പല ടോപ്പിക്കുകളും അധികം ഒന്നും സംസാരിക്കാതെ ജസ്റ്റ് എല്ലാത്തിലൂടെ ഒന്ന് ഓടിച്ചു പോകുക മാത്രമാണ് ചെയ്തത്. ബാക്കിയെല്ലാം അക്ബറിനായിരുന്നു സ്ക്രീൻ സ്പേസ് കൊടുത്തത്. അക്ബറിന്റെ ടോപ്പിക്കുകളും അക്ബറിന് കൂടുതൽ പോസിറ്റീവായിട്ട് കിട്ടുന്ന രീതിയിൽ അക്ബർ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളായിരുന്നു ഇന്നലെ സംസാരിച്ചത്. ബാക്കി എല്ലാവരെയും എങ്ങനെയെങ്കിലും ഒക്കെ നെഗറ്റീവ് ആക്കി കൊടുക്കുക. ശരിയാണ്, അനീഷിന്റെ കാര്യത്തിൽ അനീഷിന്റെ സൈഡിൽ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്. ബട്ട് അവിടെയും അക്ബറിന് പോസിറ്റീവ് ആവുന്ന രീതിയിലാണ് സംസാരിച്ചത്. എല്ലാ ടോപ്പിക്കുകൾ എടുത്തതെല്ലാം അക്ബറിന് പ്ലസ് ആയിട്ട് വരുന്ന രീതിയിലാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ കാണുന്നത്. അത് അത്രയ്ക്ക് ഒരു എന്താ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസിനോടും ചെയ്യുന്ന ഒരു നീതിയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് എന്ത് തരികട കാണിച്ചു കഴിഞ്ഞാലും പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ട്. ബിഗ് ബോസ് ഒരു സൈഡിൽ പാർഷ്യാലിറ്റി പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റൻസിന് എങ്ങനെ പോയാലും എന്ത് കാണിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് തന്നെയായിരിക്കും ആകാൻ പോകുന്നത്. ആ കണ്ടസ്റ്റൻസ് ഒരിക്കലും ജയിക്കാനും പോകുന്നില്ല, പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. ഇത് ബിഗ് ബോസിന്റെ ടീം മനസ്സിലാക്കിയാൽ കൊള്ളാം. അതല്ലെങ്കിൽ നല്ലൊരു ഗെയിമർ എന്ന രീതിയിലെങ്കിലും അക്ബർ മുന്നിലേക്ക് കയറി വരും. ആളൊരു കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ പരദൂഷണവും ഒക്കെ ആയിട്ട് ആദ്യ സമയങ്ങളിൽ വന്നതുകൊണ്ട് തന്നെയാണ് ആൾക്ക് നെഗറ്റീവായിട്ട് പോയത്. മികച്ചൊരു ഗെയിമർ ആയിരുന്നു. എല്ലാ ടാസ്കുകളിലും ആ ഒരു ടാസ്ക് എങ്ങനെയാണ്, എങ്ങനെ കളിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ടാസ്ക് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ. ബട്ട് കയ്യിലിരിപ്പ് കൊണ്ട് നെഗറ്റീവായി പോയി. അത് പുള്ളി തന്നെ പുള്ളിയുടേതായിട്ടുള്ള നല്ല നടപ്പ് കൊണ്ടും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും മാറ്റിയെടുക്കണം. അതല്ലാതെ എല്ലാ ആഴ്ചയിലും വന്ന് അല്ലെങ്കിൽ അക്ബറിന് മാത്രം ഫേവറിസം കാണിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ ടീം അക്ബറിനെ കയറ്റിക്കൊണ്ട് വരാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ആഴ്ചകളിൽ ബിഗ് ബോസ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. എന്തായാലും ഈ പറയുന്ന ടോപ്പ് 5 എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത്. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.